ഹലോ പീപ്സ്, സോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഈസി ബിഗിനേഴ്സ് ഫ്രണ്ട്ലി മേക്കപ്പ് എന്നൊക്കെ പറയാം, ഞാൻ ചെയ്യുന്നൊരു മേക്കപ്പ് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആസ് യൂഷ്വൽ നമ്മൾ ഫസ്റ്റ് തന്നെ സ്കിൻ കെയർ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. സോ ഞാനിവിടെ നമ്മുടെ ടോണറാണ് ഫസ്റ്റ്ലി അപ്ലൈ ചെയ്തിരിക്കുന്നത്. പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ആണ് എൻ്റെ ടോണർ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ബോട്ടിൽ ആക്ച്വലി ഇതായിരുന്നില്ല, ഞാൻ ഓൾറെഡി ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് സ്പ്രേ ബോട്ടിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ് ഈ ടോണർ അപ്ലൈ ചെയ്യാൻ. എനിക്കല്ലാതെ അത് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ലിപ്പ് നല്ലോണം ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ലിപ് ബാം തേച്ച് വെക്കാമെന്ന് കരുതി. കാരണം അതാകുമ്പോൾ നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ റുട്ടീനൊക്കെ കഴിയുമ്പോഴത്തേക്കും മേക്കപ്പിലേക്ക് കിടക്കുമ്പോൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മുടെ ചുണ്ടൊന്ന് മോയ്സ്ചർ ആകും. അതുമല്ല ലിപ്സ്റ്റിക് ഒന്ന് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അതൊരു ടിപ്പാണ്. ലൈക്ക് നമ്മൾ ലിപ് ബാം ഇട്ടിട്ട് ഉടനെ തന്നെ ലിപ്സ്റ്റിക് ഇടുകയാണെങ്കിൽ അത് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. അതേസമയം കുറച്ച് ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും നമ്മളൊന്ന് ലിപ് ബാം ഇട്ട് വെച്ചിട്ടാണ് ലിപ്സ്റ്റിക് ഇടുന്നതെങ്കിൽ അത് കുറേയും കൂടെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഓഫ് കോഴ്സ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എം കാഫേൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് അത്ര വലിയ ഫാനായിട്ട് ഞാൻ മാറിയിട്ടില്ല. കാരണം എനിക്കിത് കുറച്ച് കട്ടിയായിട്ടാണ് ഫീൽ ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. നമ്മുടെ ഫേസിനൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നതാണ് എനിക്ക് മോയ്സ്ചറൈസർ എന്ന് പറയുന്നതിനെ കുറിച്ച് പേഴ്സണലി അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഞാൻ ഫേസ് ഷോപ്പാണ് കൂടുതലും സജസ്റ്റ് ചെയ്യുക. അപ്പം ഇത്തവണ ഞാൻ എം കഫേനാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ എനിക്കതൊരു മുഖത്തെന്തോ ഒരു കട്ടിക്ക് എന്തോ ഇരിക്കുന്ന പോലൊരു ഫീൽ ചെയ്യാറുണ്ട്. അപ്പം നല്ലതുപോലെ ഞാൻ മുഖത്ത് അത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഓഫ് കോഴ്സ് സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ ആണ്. സോ ഇറ്റ്സ് ബെറ്റർ ഫോർ നമ്മുടെ ഓയിലി കോമ്പിനേഷൻ സ്കിന്നൊക്കെ നല്ലൊരു മോയ്സ്ചറൈസറാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ വിഷ് ലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ. അപ്പോൾ ഞാൻ 3 ഫിംഗർ റൂൾ വെച്ചിട്ടാണ് മോയ്സ്ചറൈസർ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. കാരണം ഞാൻ പോകുന്ന ടൈം നല്ല വെയിലുള്ളത് കൊണ്ട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഇൻവിസിബിൾ ജെൽ സൺസ്ക്രീൻ ആണ്. നമ്മുടെ കൂടുതലും ഓയിലി സ്കിന്നൊക്കെ ജെൽ ടൈപ്പ് സൺസ്ക്രീൻസ് ആണ് കൂടുതൽ ബെറ്റർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതും യൂസ് ചെയ്യുന്നത്. ഇത് വലിയ കുഴപ്പമില്ല, എന്നാലും എനിക്കൊരു സ്റ്റിക്കി ഫീൽസ് തോന്നിയിട്ടുണ്ട്. ജെല്ലായതുകൊണ്ടാണൊന്നും അറിയില്ല, എങ്കിലും കൊള്ളാം, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പം ഞാനത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് കയ്യിലൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ ഓൾമോസ്റ്റ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മേക്കപ്പിലേക്ക് പോകാം. ആക്ച്വലി നമ്മൾ ഈവൻ ഐലൈനർ വെച്ചിട്ട് പോലും കണ്ണെഴുതുകയാണെങ്കിൽ അതൊരു മേക്കപ്പാണ് കേട്ടോ. പുട്ടിയിട്ടാൽ മാത്രമേ മേക്കപ്പാണെന്ന് കരുതുന്നവർ കുറച്ചുണ്ട് എനിക്കറിയാം. പക്ഷെ അങ്ങനെയല്ല. ഈവൻ നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്താലും കണ്ണ് നമ്മൾ ജസ്റ്റ് ഒരു കൺമഷി വെച്ച് എഴുതിയാൽ പോലും ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ മേക്കപ്പ്. അത് മേക്കപ്പ് ഇട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലേ? അല്ല എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തു, നമുക്ക് നോക്കാം. സോ ഞാനിവിടെ നൈക്കയുടെ ഫൗണ്ടേഷൻ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സെയിമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആക്ച്വലി ഇത് നമ്മുടെ ചെസ്നട്ടാണ് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കോമ്പാക്ട് പൗഡർ ഇടാൻ കോമ്പാക്ട് പൗഡർ ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് ഞാനത് ഉപേക്ഷിക്കേണ്ടി വന്നു ഗൈസ്. സോ അത് ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാനിവിടെ ഒരു നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ വെനവർ നമ്മൾ നമ്മുടെ ഫേസിൽ മേക്കപ്പ് ഇട്ടാൽ സോ നമ്മളത് കഴുത്തിലും അപ്ലൈ ചെയ്യണം. മേക്കപ്പ് മാത്രമല്ല, സ്കിൻ കെയർ ആണെങ്കിലും എല്ലാം. ഞാൻ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പം നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഓഫ് കോഴ്സ് ഞാൻ ഇവിടെ ഐബ്രോ ഫില്ല് ചെയ്യുകയാണ്. കാരണം എൻ്റെ ഐബ്രോസ് കാണുമ്പോഴേ അറിയാം അതിലൊന്നുമില്ല ഗൈസ്, ഒരു തേങ്ങയില്ല. സോ ഞാൻ ഐബ്രോ ഫില്ലറാണ് യൂസ് ചെയ്യുന്നത്. സ്വിസ് ബ്യൂട്ടിയുടെ ഒരു 2-in-1 മീൻസ് ഞാൻ ഓൾറെഡി ഇത് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ചെക്കൗട്ട് ചെയ്യാൻ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. സോ അത് വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തു. എപ്പോഴും ഐബ്രോസ് എഴുതുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ചേഞ്ച് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ നല്ല കട്ടിപ്പിരുകമൊക്കെ ഉണ്ടെങ്കിൽ ദേ ആർ വെരി ലക്കി. ഇല്ലെന്നും പറഞ്ഞ് ലക്കി അല്ലെന്നല്ല എൻ്റെ അർത്ഥം. വി ഓൾ ആർ ലക്കി അല്ലേ? മനുഷ്യരായിട്ട് ജനിച്ചെങ്കിൽ അത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ? സോ ഞാനത് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇടുകയാണ്. ഓഫ് കോഴ്സ് നൈക്കയുടെ മിഷ്ടി, വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷെയ്ഡാണ്. സോ ഞാൻ അതുകൂടെ ഇട്ടു. അതുകൂടെ ഇട്ട എൻ്റെ മേക്കപ്പും സ്കിൻ കെയറും എല്ലാം ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഞാൻ നല്ലതുപോലെ അപ്ലൈ ചെയ്തിട്ടോ. ഓക്കെ, അപ്പം കഴിഞ്ഞു ഗൈസ്, എല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് ഹെയർ ഒന്ന് ഡ്രൈ ചെയ്യണം. കാരണം ഞാൻ കുളിച്ച് ഇതിൽ വന്നിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ മുടി ഉണക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു തോർത്തല്ല യൂസ് ചെയ്യാറ്. നമുക്കൊരു ടവലുണ്ട്, മൈക്രോ ഫൈബറിൻ്റെ ടവലാണ് നമ്മൾ മുടിക്ക് കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ വീട്ടിൽ അത് കണ്ടില്ല, തപ്പിട്ടെൻ്റെ സംഭവം. അപ്പം ഞാൻ നോർമൽ തോർത്ത് വെച്ചിട്ട് കഴുകി
കെട്ടി വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് കോമ്പ് വെച്ചിട്ട്, നമ്മൾ എപ്പോഴായാലും കോമ്പ് വെച്ചിട്ട് മുടി ഈരാൻ പാടില്ല. ജസ്റ്റ് കുറച്ച് ഈരിയിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ അതിൻ്റെ ഒക്കെ ഇട്ട് കളയുന്നതാണ് ബെറ്റർ. സോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കമ്മലിടുകയാണ് കേട്ടോ. അപ്പോൾ മുടി നല്ല നനഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു സന്തോഷമില്ല. ഹെയർ ഡ്രയർ ആക്ച്വലി ട്രിവാൻഡ്രത്താണ്. അപ്പോൾ കമ്മലൂടെ ഇട്ടപ്പം എൻ്റെ മേക്കപ്പും എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കനേക്ക് പൊട്ടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെടാ, ബൈ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.